Hi friends, welcome to Mathematics. ഇന്നത്തെ സെഷൻ എക്സസൈസ് 4.1-ലെ 8 മുതലുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ 7 വരെയുള്ള പ്രോബ്ലംസ് നമ്മൾ പ്രീവിയസ് സെഷനിൽ ചെയ്തിരുന്നു. ഇത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് പറയാം. അതായത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ അതിന് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് n=1 ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് n=1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് n=k ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അസ്യൂം ചെയ്തതിന് ശേഷം n=k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. ഇങ്ങനെ 3 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് നമ്മൾ n=1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. പിന്നെ n=k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. അതിനുശേഷം n=k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ പി ഓഫ് എൻ എടുത്ത് എഴുതണം. പി ഓഫ് എൻ 1 × 2 പ്ലസ് 2 × 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n × 2n ഇസ് ഈക്വൽ ടു n - 1 × 2n + 1 പ്ലസ് 2. ഇനി സ്റ്റേറ്റ്മെൻറ്റ് n=1 ട്രൂ ആണോ ചെക്ക് ചെയ്യണം. when n = 1 p of 1 n-ന് 1 കൊടുക്കുക. 1 × 2n RHSൽ 1 - 1 0 ആയി പോകും. വൺ മൈനസ് വൺ 0 0 × 2 അതിന് എഴുതേണ്ട ആവശ്യമില്ല. 2 വരും പ്ലസ് 2. ലെഫ്റ്റ് സൈഡിൽ 2 റൈറ്റ് സൈഡിൽ 2 0 ആയി പോകും. n=1 സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് അല്ലേ. അപ്പോൾ പി ഓഫ് 1 ഈസ് ട്രൂ. Next step, assume that P of k is true. n-ന് k കൊടുക്കുമ്പോഴാണ് P of k കിട്ടുന്നത്. P of k 1 × 2 plus 2 × 2 square plus 3 × 2 cube plus etc. ലാസ്റ്റ് ടൈം n-ന് പകരം k കൊടുക്കുക. k × 2k is equal to k - 1 × 2k + 1 + 2. ഇത് ട്രൂ ആണ്, നമ്മൾ അസ്യൂം ചെയ്തേക്കുവാണ്. ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. n=k+1. We have to prove that P of k+1 is true. P of k+1 1 × 2 plus 2 × 2 square plus etc. plus ഇതാണ് കെയുടെ ലാസ്റ്റ് ടൈം k × 2k. k+1 ടൈം വരുമ്പോൾ അടുത്ത ടൈമിൽ kക്ക് പകരം k+1 × 2k+1 വരും. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ n-ന് പകരം k+1 അല്ലേ. n-ന് പകരം k കൊടുത്താണ്. അപ്പോൾ ഇതിൽ kക്ക് പകരം k+1 കൊടുത്താൽ മതി. k+1 - 1 kക്ക് പകരം k+1 കൊടുക്കുക. 2 kക്ക് പകരം k+1 കൊടുത്തു. പിന്നെ ഒരു +1 കൂടി ഉണ്ട് പ്ലസ് 2. ഒന്ന് മാറ്റി എഴുതിയാൽ 1 - 1 അത് 0 ആകും. k × 2k + 1 + 1 എന്താകും 2 ആകും. ഒരു 2 കൂടി ഉണ്ട് പ്ലസ് 2. നമുക്കിത് പ്രൂവ് ചെയ്യണം. ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. പ്രൂവ് ചെയ്യാൻ വേണ്ടി LHS നോക്കുക. P of k+1 LHSൽ ഇവിടെ വരെയുള്ള ടേം P of kയുടെ ടേം അല്ലേ. P of kയുടെ LHS ആണിത്. അതുകൊണ്ട് P of kയുടെ RHS നമുക്ക് അത് അവിടെ എഴുതാം. ഈക്വൽ ടു ഈ ടേം എഴുതാം. k - 1 × k മൈനസ് ഇക്വേഷൻ 1ൽ നിന്ന് എഴുതാം. k - 1 × 2k + 1 പ്ലസ് 2. ഇനി ഒരു ടൈം ഇവിടെ എഴുതാത്തിൻ്റെ ലാസ്റ്റ് ടൈം k+1 × 2k + 1. ഇതാണ് LHS. അതായത് P of k+1 LHS എടുത്തു. ഇനി നമുക്ക് RHS പ്രൂവ് ചെയ്താൽ മതി. ഇക്വേഷൻ 2 റൈറ്റ് സൈഡ് പ്രൂവ് ചെയ്താൽ മതി. ഈക്വൽ ടു ഇവിടെ 2k + 1 ഈ ടേമിലും ഉണ്ട് ഈ ടേമിലും ഉണ്ട് അല്ലേ.
രണ്ട് ടേമിൽ നിന്ന് 2 റേസ് ടു കെ പ്ലസ് 1 പുറത്തെടുക്കാം. ബാക്കി വരുന്നത് 2 റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു കെ മൈനസ് 1, ഇവിടെ ഒരു കെ പ്ലസ് 1 ഉണ്ട്, പ്ലസ് കെ പ്ലസ് 1. റിമൈനിങ് ആയിട്ടുള്ള 2 എഴുതാം. ഈക്വൽ ടു 2 റേസ് ടു കെ പ്ലസ് 1 ബ്രാക്കറ്റിൽ മൈനസ് 1 പ്ലസ് 1 ക്യാൻസൽ ആവും. കെ പ്ലസ് കെ 2k പ്ലസ് 2. ഇവിടെ 2k ഇൻറ്റു 2 റേസ് ടു കെ പ്ലസ് 1 ആണിത് അല്ലേ. വെറുതെ 2k ഇങ്ങോട്ട് എഴുതിയുള്ളൂ. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു 2 ഉണ്ട്, അത് അടുപ്പിച്ച് എഴുതാം. k ഇൻറ്റു 2 ഇൻറ്റു ഇങ്ങനെ എഴുതാം അല്ലേ. ഫസ്റ്റ് ഞാൻ ഈ k എഴുതി, പിന്നെ 2 എഴുതി, പിന്നെ 2 റേസ് ടു കെ പ്ലസ് 1 എഴുതി. ഈക്വൽ ടു k ഇൻറ്റു 2 റേസ് ടു 1 പ്ലസ് 2 റേസ് ടു 1 ഇൻറ്റു 2 റേസ് ടു കെ പ്ലസ് 1. ഇത് വരും 2 റേസ് ടു കെ പ്ലസ് 2. കാരണം എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അത് വെച്ച് എഴുതിയതാണ്. ഈക്വൽ ടു നമ്മുടെ ആൻസറായി k ഇൻറ്റു 2 റേസ് ടു കെ പ്ലസ് 2 പ്ലസ് 2 ഈക്വൽ ടു RHS. Therefore P of k plus 1 is true when P of k is true. k ട്രൂ ആയതുകൊണ്ട് മാത്രമാണ് k plus 1 ട്രൂ ആവുന്നത്. ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ k plus 1 ട്രൂ ആണെന്ന് കണ്ടുപിടിക്കുന്നത്. Therefore by mathematical induction ഇനി എന്തിന് ട്രൂ എന്ന് പറയാം, P of n is true അല്ലെ. ഏത് n എടുത്താലും ട്രൂ ആകും. P of n is true for every n. n is a natural number. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ചെയ്തു. 9th ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് P of n എഴുതാം. 1/2 plus 1/4 plus etc plus 1/2 raised to n is equal to 1 minus 1/2 raised to n. ഇനി n equal to 1 സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ചെക്ക് ചെയ്യണം. when n is equal to 1, P of 1 ഇത് കിട്ടും. n ന് 1 കൊടുത്താൽ 1/2 raised to 1 is equal to 1 minus 1/2 raised to 1. അതായത് 1/2 is equal to 1 minus 1/2 1/2 ആണ് അല്ലേ. LHS RHS ഈക്വൽ ആണെന്ന് കിട്ടി. Therefore P of 1 is true. ഇതുപോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് assume that P of k is true. ഇതാണ് നമ്മുടെ ഓർഡർ. നെക്സ്റ്റ് അസ്യൂം ചെയ്യാനുണ്ട്. അപ്പോൾ P of k എഴുതിയാൽ P of k 1/2 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര പ്ലസ് 1/2 റേസ് ടു k is equal to 1 minus 1/2 raised to k. നമ്മൾ അസ്യൂം ചെയ്തേക്കാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യണം k plus 1 n equal to k plus 1 സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന്. We have to prove that P of k plus 1 is true. P of k plus 1 എഴുതിയാൽ P of k plus 1 എന്ന് പറയുന്നത് 1/2 plus 1/4 plus എക്സെട്ര പ്ലസ് 1 ലാസ്റ്റ് ടേം കെയുടെ ടേം കഴിഞ്ഞിട്ടാണ് k plus 1 ടേം വരുന്നത് അല്ലേ. കെയുടെ ടേം ഞാൻ എഴുതി. ഇനി k plus 1 ടേം കെക്ക് വരെ എന്ത് കൊടുക്കണം, k plus 1 is equal to 1 minus 1 kക്ക് പകരം റൈറ്റ് സൈഡിൽ k plus 1 വരും. ഓക്കെ, ഇതാണ് P of k plus 1. നമുക്കിത് പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ വരെയുള്ളത് ഇക്വേഷൻ 1ൽ നിന്ന് അറിയാം. ഇതാണ് അതിനോട് RHS എഴുതിയാൽ മതി. ഇത് LHS ആണ്, RHS എഴുതാം. ഈക്വൽ ടു 1 minus 1/2 raised to k അല്ലേ. P of k plus 1 LHS ഈക്വൽ ടു ഒരു ടേമും കൂടി ഉണ്ട്, ലാസ്റ്റ് ടൈം എഴുതിയില്ല. ഇവിടെ വരെയുള്ള ടേമാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇനി ഈ ടൈം എഴുതണം. പ്ലസ് 1/2 raised to k plus 1. ഓക്കെ,
പ്രൂവ് ചെയ്ത് നമുക്ക് RHS കണ്ടുപിടിക്കണം. ഇവിടെ നമുക്കറിയാം RHS നോക്കിയ ഡിനോമിനേറ്ററിൽ 2k+1 ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് 1/2 ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. പ്ലസ് 1/, ഇവിടെ 2k+1 2k × 2 എന്ന് എഴുതാം അല്ലേ. 2k+1 എന്ന് പറഞ്ഞാൽ 2k × 2 ആണ്. a⁻m × a⁻n a⁻m+1 വെച്ച് എഴുതി നോക്കിയാൽ മതി. ഈക്വൽ ടു പോസിറ്റീവ് ആയിട്ടുള്ള ടേം ഞാൻ ആദ്യം എഴുതി 2k × 2 -1/2k. കൺഫ്യൂഷൻ വരാതിരിക്കാൻ വെറുതെ എഴുതിയേ ഉള്ളൂ. കാരണം LCM എടുക്കാൻ പോവുകയാണ്. 2k × 2 2 × 2k ആണ് LCM എടുക്കുന്നത്. അതുകൊണ്ട് ഈ ടേമിൽ അതുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാനില്ല. 1 മൈനസ് ഇവിടെ 2k, അതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 2 കുറവായതുകൊണ്ട് 1 - 2 വരും. ഈക്വൽ ടു 1 + -1/2 × 2k ഈക്വൽ ടു 1 - 1/, +1 × -1 -2 × 2k+1 നമ്മൾ വീണ്ടും പഴയ രീതിയിലോട്ട് മാറ്റി എഴുതി. LCM എടുക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ മാറ്റുന്നത്. 2 × 2k എന്ന് വെറുതെ മാറ്റിയേ ഉള്ളൂ. അങ്ങനെ മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ RHS കിട്ടി. This is equal to RHS. Therefore, P of k+1 is true when P of k is true. Therefore, by mathematical induction, P of n is true for every n, n is a natural number അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജർ. ഓക്കെ, അപ്പോൾ നമുക്ക് P of n ട്രൂ ആണെന്ന് കിട്ടി. നെക്സ്റ്റ് പ്രോബ്ലം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് P of n എഴുതാം. 1/2 × 5 + 1/5 × 8 plus etc. plus last time 3n - 1 × 3n plus 2 is equal to n/6n plus 4. ഇനി നമുക്ക് n = 1 ആകുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നോക്കാം. when n is equal to 1, P of 1 കിട്ടും. n ന് 1 കൊടുക്കുക. ഇവിടെ 1/3 × 1 - 1, ഇവിടെ 3 - 1 എന്ന് പറയുന്നത് 2 വരും. ഇവിടെ 3 × 1 3 + 2 5 is equal to right side 1/6 × 1 6 + 4 1/10 is equal to 1/10. Therefore, P of 1 is true. Next step, P of k true ആണ് assume ചെയ്യുന്നത്. Assume that P of k is true. P of k 1/2 × 5 plus 1/5 × 8 plus etc. plus n ന് പകരം k കൊടുക്കുക. 3k - 1 × 3k plus 2 × is equal to k divided by 6k plus 4. Okay, equation 1 കൊടുക്കാം. നെക്സ്റ്റ് ചെയ്യേണ്ടത് we have to prove that P of k+1 is true. kക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. ഇനി k+1 ട്രൂ ആണെന്ന് കണ്ടുപിടിക്കണം. P of k+1 എഴുതിയാൽ 1/2 × 5 plus 1/5 × 8 plus നമ്മൾ k എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ k കഴിഞ്ഞിട്ട് അടുത്ത ടേമാണ് k+1. അപ്പോൾ kയുടെ ടേം എഴുതാം. 3k - 1 × 3k plus 2 × നെക്സ്റ്റ് ടേമാണ് k+1. kക്ക് വരും k+1 കൊടുത്താൽ 3 × k+1 - 1 ×
കെക്ക് പകരം കെ പ്ലസ് വൺ കൊടുക്കുക. കെക്ക് പകരം 3 ഇൻറ്റു കെ പ്ലസ് വൺ പ്ലസ് 2. ഓക്കെ, സീക്വൽ ടു കെക്ക് പകരം ആർ എച്ച് എസിന് കെ പ്ലസ് വൺ കൊടുക്കുക. കെ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു കെ പ്ലസ് വൺ പ്ലസ് 1. എൽ എച്ച് എസ് നോക്കാം. ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. 2ൻ്റെ എൽ എച്ച് എസ്. ഫസ്റ്റ് ഇവിടെ വരെയുള്ള ടേംസ് പി ഓഫ് കെൻ്റെ എൽ എച്ച് എസ് ആണ് അല്ലേ. ഇക്വേഷൻ 1 നോക്കുക. പി ഓഫ് കെയുടെ എൽ എച്ച് എസ് ആണ്. അതുകൊണ്ട് ദിസ് ഈസ് ഈക്വൽ ടു പി ഓഫ് കെൻ്റെ ആർ എച്ച് എസ് എന്ന് കൊടുക്കാം. കെ ഡിവൈഡഡ് ബൈ 6k പ്ലസ് 4. ഇക്വേഷൻ 1ൽ നിന്നാണ് നെക്സ്റ്റ് ടൈം എടുത്ത് എഴുതുക. 1 ബൈ ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ 3k പ്ലസ് 3 മൈനസ് 1. നെക്സ്റ്റ് 3k പ്ലസ് 3 പ്ലസ് 2 ഈക്വൽ ടു ഇത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6k പ്ലസ് 6 പ്ലസ് 4. ദിസ് ഈസ് ഈക്വൽ ടു k പ്ലസ് 1 ബൈ 6k പ്ലസ് 10. നമുക്കിത് കിട്ടണം. എൽ എച്ച് എസ് ചെയ്ത് ആർ എച്ച് എസ് കിട്ടണം. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇതിന് കൊടുക്കാം 2 എന്ന്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഈ എൽ എച്ച് എസ് പി ഓഫ് കെ പ്ലസ് 1. പി ഓഫ് കെ പ്ലസ് 1ൻ്റെ എൽ എച്ച് എസ് ചെയ്യാം. ഇത് കെ ഫസ്റ്റ് ടൈം കെ ബൈ 6k പ്ലസ് 4. നെക്സ്റ്റ് ടൈം 1 ബൈ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 3k പ്ലസ് 3 മൈനസ് 1 2 ഇൻറ്റു 3k പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 5 വരും. ഈക്വൽ ടു ഫസ്റ്റ് ടൈമിൽ 6k പ്ലസ് 4ൽ നമുക്കൊരു 2 പുറത്തെടുക്കാം. എന്ത് വരും? 3k പ്ലസ് 2 എന്ന് വരും അല്ലേ. 6kന്നും 4ന്ന് 2 പുറത്തെടുത്തു. പ്ലസ് 1 ബൈ 3k പ്ലസ് 2 ഇൻറ്റു 3k പ്ലസ് 5 ഈക്വൽ ടു ഇവിടെ നോക്കിക്കേ 1 ബൈ 3k പ്ലസ് 2 രണ്ട് ടേമിലുണ്ട്. 3k പ്ലസ് 2 ഡിനോമിനേറ്ററിലാണുള്ളത്. അത് 1 ബൈ 3k പ്ലസ് 2 കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കിയുള്ളത് ഇവിടെ ഒരു k ബൈ 2 വരും. ഫസ്റ്റ് ടൈമിൽ k ബൈ 2, സെക്കൻഡ് ടൈമിൽ 1 ബൈ 3k പ്ലസ് 5 വരും. 1 ബൈ 3k പ്ലസ് 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ k ഡിവൈഡഡ് ബൈ LCM എടുക്കുന്ന 2 ഇൻറ്റു 3k പ്ലസ് 5 ആണ്. ന്യൂമറേറ്ററിൽ ഫസ്റ്റ് ടൈമിൽ 2 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 3k പ്ലസ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. k ഇൻറ്റു 3k പ്ലസ് 5 പ്ലസ് ഇവിടെ 3k പ്ലസ് 5 ഉള്ളൂ, 2 ഇല്ല. അതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ 3k പ്ലസ് 2 ഇൻറ്റു എക്സ്പാൻഡ് ചെയ്യാം 3k സ്ക്വയർ പ്ലസ് 5k പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3k പ്ലസ് 5. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡ് നോക്കിയാൽ നമുക്ക് കിട്ടേണ്ടത് ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6k പ്ലസ് 10 ആണ് അല്ലേ. അപ്പോൾ ഡിനോമിനേറ്ററിൽ 6k പ്ലസ് 10 ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. എഴുതാം 1 ബൈ 3k പ്ലസ് 2 ഇൻറ്റു 3k സ്ക്വയർ പ്ലസ് 5k പ്ലസ് 2 ഡിവൈഡഡ് ബൈ 6k പ്ലസ് 10. ഇത് നമുക്ക് ഈ ടേം ആയില്ലേ. ഇപ്പം ന്യൂമറേറ്ററിൽ ഇത് ഫാക്ടറൈസ് ചെയ്യണം. ഇത് ചെയ്താൽ മാത്രമേ നമുക്കിത് ക്യാൻസലായി പോവുള്ളൂ. അതുകൊണ്ട് തന്നെ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി 1 ബൈ 3k പ്ലസ് 2 ഇൻറ്റു 3k സ്ക്വയർ പ്ലസ് 3k പ്ലസ് 2k പ്ലസ് 2 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 6k പ്ലസ് 10. അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടർ കണ്ടുപിടിച്ച് ഡിവൈഡ് ചെയ്താലും മതി. ഇത് ഈ രണ്ട് ടേമിൽ നോക്കിക്ക് 3k കോമൺ ആണ് അല്ലേ. 3k സ്ക്വയർ പ്ലസ് 3k 3k ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി ഇവിടെ 3k പോയാൽ ഒരു k ഉണ്ട്. ഇവിടെ 3k പോയൊരു 1 ഉണ്ട്. പ്ലസ് അതുപോലെ 2k പ്ലസ് 2ൽ 2 കോമൺ ആണ്. റിമൈനിങ് k പ്ലസ് 1 വരും. ഹോൾ ഡിവൈഡഡ് ബൈ 6k പ്ലസ് 10 ഈക്വൽ ടു
ഇനി നമുക്ക് 1/3k + 2 ഇൻറ്റു നോക്കിക്ക് k + 1 രണ്ട് സൈഡിലും രണ്ട് ടേമിലും ഉണ്ട്. k + 1 പുറത്തെടുക്കാം ഇൻറ്റു ഫസ്റ്റ് ടേമിൽ 3k ഉണ്ട്, സെക്കൻഡ് ടേമിൽ ഒരു 2 ഉണ്ട്. ഡിവൈഡഡ് 6k + 10 വരും. 1/3k + 2 ഇൻറ്റു ഇവിടെ തന്നെ ക്യാൻസൽ ആയിക്കോളും. 3k + 2 3k + 2 ക്യാൻസൽ ആയി, ബാക്കിയുള്ളത് k + 1 ഡിവൈഡഡ് 6k + 10 ആണ്. ഇതാണ് നമ്മുടെ RHS അല്ലേ. k + 1 ഡിവൈഡഡ് 6k + 10 equal to RHS. എന്ത് കിട്ടി? P of k + 1 ട്രൂ ആണെന്ന് കിട്ടി അല്ലേ. P of k + 1 is true when P of k is true. അതായത് P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തതുകൊണ്ടാണ് k + 1 ട്രൂ ആണെന്ന് കിട്ടിയത്. Therefore, by mathematical induction, P of n is true for every n is a natural number. Okay, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് P of n എഴുതാം. 1/1 × 2 × 3 + 1/2 × 3 × 4 + etc. plus 1/n × n + 1 × n + 2 is equal to n × n + 3 divided by 4 × n + 1 × n + 2. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് n = 1 സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ചെക്ക് ചെയ്യണം. when n = 1 P of 1 കിട്ടും. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ n-ന് 1 കൊടുക്കുക. 1/1 × 1 + 1 × 1 + 2, അതായത് 1 × 2 × 3 വരും. റൈറ്റ് സൈഡിൽ 1 × 1 + 3 4 ഡിവൈഡഡ് ബൈ 4 × 1 + 1 2 1 + 2 3 ഈക്വൽ ടു ഇത് കിട്ടും. ഇത് 4ഉം 4ഉം ക്യാൻസൽ ആകും. 1/6 = 1/6 എന്ന് കിട്ടും. Therefore, P of 1 is true. നെക്സ്റ്റ് ചെയ്യേണ്ടത് P of k ട്രൂ ആണ് അസ്യൂം ചെയ്യണം. അസ്യൂം ദാറ്റ് P of k is true. P of k is equal to കിട്ടും 1/1 × 2 × 3 plus 1/2 × 3 × 4 plus etc. ലാസ്റ്റ് ടൈം 1/n ന് പകരം k കൊടുത്താൽ k × k + 1 × k + 2 is equal to k × k + 3 divided by 4 × k + 1 × k + 2. ഇത് നമുക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. ഇനി P of k + 1 ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം. We have to prove that P of k + 1 is true. 3 സ്റ്റെപ്സാണ് ഉള്ളത്. ആ സ്റ്റെപ്സ് ഓർഡർ ചെയ്താൽ മതി. P of k + 1 ഇത് കിട്ടും 1/1 × 2 × 3 plus 1/2 × 3 × 4 plus etc. kയുടെ ടൈം കഴിഞ്ഞിട്ടാണ് k + 1 വരുന്നത്. ഫസ്റ്റ് നമുക്ക് kയുടെ ടൈം എഴുതാം. k + 1 × k + 2. നെക്സ്റ്റ് k + 1ൻ്റെ ടൈം എന്ന് പറയുമ്പോൾ kക്ക് പകരം k + 1 വരണം. k + 1 × k + 1 + 1 k + 1 + 1 × k + 1 + 2 k + 1 + 2 is equal to റൈറ്റ് സൈഡിൽ kക്ക് വരും k + 1 കൊടുക്കാം. k + 1 × k + 1 + 3 അല്ലെങ്കിൽ n-ന് പകരം k + 3 കൊടുക്കുക. ഇവിടെ 4 × k + 1 + 1 k + 1 + 2 നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതിൻ്റെ RHS ഒന്ന് മാറ്റി എഴുതാം, സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. k + 1 × k + 1 + 3 എന്നുള്ളത് 4 എന്ന് എഴുതാം.
4 into k plus 1 plus 1, k plus 2, k plus 1 plus 2, k plus 3. Okay. നമുക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 2 നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. ഇക്വേഷൻ 2 പി ഓഫ് കെ പ്ലസ് വണ്ണിൻ്റെ എൽ എച്ച് എസ് എടുത്തേ. ഇതാണ് എൽ എച്ച് എസ് അല്ലേ? ആ എൽ എച്ച് എസ് നമുക്ക് എഴുതാം. എൽ എച്ച് എസ് ഈക്വൽ ടു ഈ ഫസ്റ്റ് പാർട്ട് ഇവിടെ വരെയുള്ള പാർട്ട് കെയുടെ ആണ് അല്ലേ? പി ഓഫ് കെ ആണ്. ഇക്വേഷൻ 1 നോക്കാം. ഇത് പി ഓഫ് കെയുടെ എൽ എച്ച് എസ് ആണ്. ഇതാണ് പി ഓഫ് കെയുടെ എൽ എച്ച് എസ്. സെയിം ആണ് ഇത് രണ്ടും. ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് കെയുടെ ആർ എച്ച് എസ് എഴുതാം. ആർ എച്ച് എസ് എന്ന് പറയുന്നത് കെ ഇൻറ്റു കെ പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. കെ ഇൻറ്റു കെ പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. 4 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഈക്വൽ ടു അല്ല, ഒരു ടേമും കൂടി ഉണ്ട് അല്ലേ? ഇത് നോക്കുക, ഇവിടെ ഒരു ടേമും കൂടി ഉണ്ട്. പ്ലസ് എഴുതിയിട്ടില്ല. 1 ബൈ എൽ എച്ച് എസ് എഴുതുന്ന കെ പ്ലസ് 1 ഇൻറ്റു ഇവിടെ കെ പ്ലസ് 1 പ്ലസ് 1 കെ പ്ലസ് 2 വരും. പ്ലസ് ഇവിടെ തന്നെ താഴെ ഡിനോമിനേറ്റർ കെ പ്ലസ് 1 പ്ലസ് 2 3. ഓക്കെ, ഇത് ചെയ്ത് നമുക്ക് ആർ എച്ച് എസിൽ എത്തിക്കുകയുണ്ട്. ഇക്വേഷൻ 2 ആർ എച്ച് എസിൽ എത്തിക്കണം. ഈക്വൽ ടു നമുക്കിവിടെ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 1 ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 പുറത്തെടുത്താൽ ഇത് ബാക്കി ഫസ്റ്റ് ടേമിൽ കെ ഇൻറ്റു കെ പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 വരും. സെക്കൻഡ് ടേമിൽ 1 ബൈ കെ പ്ലസ് 3 വരും. ഈക്വൽ ടു 1 ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കെ ഇൻറ്റു കെ പ്ലസ് 3 ഇൻറ്റു അതായത് ഡിനോമിനേറ്ററിൽ വരുന്ന 4 ഇൻറ്റു കെ പ്ലസ് 3 ആണ്. ഇവിടെ ഫസ്റ്റ് ടൈമിൽ കെ പ്ലസ് 3 ഇല്ലാത്തതുകൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു. നെക്സ്റ്റ് ടൈമിലൂടെ 4 ഇല്ല, ഇവിടെ 4 ഇല്ല, അതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 4 ഇൻറ്റു 1 വരും. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്യാം. 1 ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു ബ്രാക്കറ്റ് കഴിഞ്ഞാൽ കെ ഇൻറ്റു കെ പ്ലസ് 3 ചെയ്യാം. കെ സ്ക്വയർ പ്ലസ് 3k ഇൻറ്റു കെ പ്ലസ് 3 പ്ലസ് 4 divided by 4 into k plus 3. 1 by k plus 1 into k plus 2. ഇത് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം. k square into k, k cube plus k square into 3, 3k square plus 3k into k, 3k square plus 3k into 3, 9k plus 4 divided by 4 into k plus 3. 1 by k plus 1 into k plus 2. ഇവിടെ k cube plus 3 plus 3, 6k square plus 9k plus 4 into divided by 4 into k plus 3. 1 by k plus 1 into k plus 2. ഇനി ഈ ബ്രാക്കറ്റിനകത്ത് ന്യൂമറേറ്റർ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. കാരണം കെ ക്യൂബിലാണ് കിടക്കുന്നത്. നമുക്ക് കിട്ടേണ്ട ആർ എച്ച് എസിലാണെങ്കിൽ ഫാക്ടർ ചെയ്തിട്ടുമാണ് കിടക്കുന്നത്. അത് മൾട്ടിപ്ലൈ ചെയ്താലും കെ സ്ക്വയർ വരുള്ളൂ. അതുകൊണ്ട് ഇത് ഫാക്ടർ ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ഫാക്ടർ ഫസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇത് 0 ആവുന്നൊരു ഫാക്ടർ കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ -1 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് കെ പ്ലസ് 1 ഒരു ഫാക്ടർ ആകും. കെ ഈസ് ഈക്വൽ ടു -1 എന്ന് പറയുമ്പോൾ കെ പ്ലസ് 1 ഒരു ഫാക്ടർ ആകും. ഇത് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. k
k പ്ലസ് 1 ഇൻറ്റു ഇത്രയും ലെങ്തി ആയതുകൊണ്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ. അത് എഴുതിയാൽ മതി. കെ സ്ക്വയർ പ്ലസ് 5k പ്ലസ് 4 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നോക്കാം. 4 ഇൻറ്റു k പ്ലസ് 3 ഈക്വൽ ടു. ഇനിയും നമുക്കിത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ വീണ്ടും ഫാക്ടറൈസ് ചെയ്യണം അല്ലേ? അതുകൊണ്ട് ഈ കെ സ്ക്വയർ പ്ലസ് 5k പ്ലസ് 4നെ കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് k പ്ലസ് 4 എഴുതാം. ഡിവൈഡഡ് ബൈ എന്തിനു എഴുതുന്നതിന് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. ഫാക്ടറൈസ് ചെയ്യാൻ ക്യാൻസലായി പോകാൻ വേണ്ടിയാണ്. k പ്ലസ് 1 ഇൻറ്റു ഇവിടെ നോക്കിക്കേ, കെ സ്ക്വയറിലും 4kയിലും k കോമൺ ആണ് അല്ലേ? k ഇൻറ്റു k പ്ലസ് 4 എഴുതാം. പ്ലസ് ഇവിടെ ഒരു k പ്ലസ് 4 ഉണ്ട്, ഇതൊന്നിച്ചെഴുതി. ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു k പ്ലസ് 3 1 ബൈ k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2. ഇനി ഇവിടെ k പ്ലസ് 4 കോമൺ ആയി. k പ്ലസ് 4 പുറത്തെടുത്താൽ ബാക്കിയുള്ളത് k പ്ലസ് 1 ആണ് അല്ലേ? ഈ ടൈമിൽ k പ്ലസ് 4 ഫുള്ള് പോകുന്നു, അതുകൊണ്ട് 1 ഉള്ളൂ. ഇവിടെ ഒരു k ഉണ്ട്, അപ്പോൾ k പ്ലസ് 1 വരും. ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു k പ്ലസ് 2. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യുന്ന രൂപത്തിലോട്ട് വന്നു. ഇത് പുറത്തെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അകത്ത് തന്നെ ഇട്ട് ചെയ്താൽ മതിയായിരുന്നു. അത് പുറത്തെടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. വീണ്ടും ക്യാൻസൽ ആവുകയായിരുന്നു. k പ്ലസ് 1 ക്യാൻസലായി. ബാക്കി ടേംസ് k പ്ലസ് 4 ഇൻറ്റു k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 3. കിട്ടേണ്ട ടൈംസ് നോക്കിക്കേ. RHS k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 4 ഉണ്ട്, താഴെ 4 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 3. RHS കിട്ടി. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫാക്ടറൈസ് ചെയ്ത് എങ്ങനെയെങ്കിലും ക്യാൻസൽ ആക്കിയാൽ മതി. അല്ലെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന രൂപത്തിലോട്ട് മാറ്റണം. എങ്ങനെയാണെങ്കിലും RHS LHS ഈക്വൽ ആയാൽ മതി. Therefore, P of k plus 1 is true when P of k is true. Therefore, by mathematical induction, P of n is true for every n. N is a natural number. Okay, thank you.